Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. സോ വി ആർ ഡിസ്കസിങ് സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ക്ലാസ് 10 ഇൻ CBSE. ഇപ്പം 10th സ്റ്റാൻഡേർഡ് CBSE സിലബസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട് എന്നാണ്. അതിനകത്തെ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ രണ്ട് ആക്ടിവിറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഇൻഡിക്കേറ്റേഴ്സുമായി റിലേറ്റ് ചെയ്തതും സെക്കൻഡ് വൺ ഇൻഡിക്കേറ്റർ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതുമാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ആസിഡും ബേസും തന്നിട്ടുണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്ത് കളർ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇതാണ് നമുക്ക് അവർ തന്നിരിക്കുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിനകത്ത് നമുക്ക് മീഥൈൽ ഓറഞ്ച് ആണ് ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് കരുതുക. അപ്പം നമുക്കറിയാം മീഥൈൽ ഓറഞ്ച് ആസിഡിലാണെങ്കിൽ റെഡ് കളർ ആയിരിക്കും കാണിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? മീഥൈൽ ഓറഞ്ച് ആസിഡിലാണെങ്കിൽ റെഡ് കളറും ബേസിലാണെങ്കിൽ യെല്ലോ കളറും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലോ, ആസിഡില് റെഡ് കളർ. അങ്ങനെയാണെങ്കിൽ HCl മീഥൈൽ ഓറഞ്ചിൽ എന്ത് കളർ കാണിക്കണം? റെഡ് കളർ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി എന്താണ്? തന്നിരിക്കുന്ന ആ മീൻസ് തന്നിരിക്കുന്ന ആസിഡും ബേസും എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്ത് കളർ കണ്ടെത്തുക. ഇതാണ് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തത് മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് HClലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി സൾഫ്യൂരിക് ആസിഡിലാണെങ്കിലും അത് എന്ത് കളർ തന്നെയായിരിക്കും? റെഡ് കളർ ആണ്. നൈട്രിക് ആസിഡിലും മീഥൈൽ ഓറഞ്ച് റെഡ് കളർ തന്നെ ആയിരിക്കും. അതേസമയം അസിറ്റിക് ആസിഡിലേക്ക് എത്തുമ്പോൾ മീഥൈൽ ഓറഞ്ച് ഏകദേശം ഒരു പിങ്ക് കളറാണ് കാണിക്കുന്നത്. ഓക്കെ, അസിറ്റിക് ആസിഡിനകത്ത് മീഥൈൽ ഓറഞ്ചിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും. അതേസമയം ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതിനകത്തെല്ലാം ഹൈഡ്രോക്സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് എന്താണ്? ബേസ് ആണ്. ബേസിനകത്ത് മീഥൈൽ ഓറഞ്ച് കാണിക്കുന്ന നിറം എന്താണ്? യെല്ലോ നിറമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തെല്ലാം യെല്ലോയുടെ പല പല ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഇനി അത് സോഡിയം ഹൈഡ്രോക്സൈഡിലാണെങ്കിൽ യെല്ലോ, കാൽസ്യം യെല്ലോ തന്നെ. പക്ഷെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ ബ്രൈറ്റ് യെല്ലോയും, ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൽ ഗോൾഡൻ യെല്ലോയും ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഷെയ്ഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. അത് നമ്മൾ pH സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അത് വെച്ചാണ് ഈ അസിഡിക്കും ബേസിക്കും എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് അതിന്റെ നിറത്തിലും എന്ത് ചെയ്യും, യെല്ലോ തന്നെ ആണെങ്കിലും ആ ഷെയ്ഡിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അപ്പം മീഥൈൽ ഓറഞ്ച് അസിഡിക് മീഡിയത്തിൽ റെഡ് കളറും ബേസിക് മീഡിയത്തില് യെല്ലോ കളറും ആയിരിക്കും കാണിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫിനോഫ്താലിനാണ് ഇൻഡിക്കേറ്റർ. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഫിനോഫ്താലിൻ അസിഡിക് മീഡിയത്തിലെ കളർലെസ്സും ബേസിക് മീഡിയത്തിലെ പിങ്ക് നിറവും ആയിരിക്കും കാണിക്കുന്നത്. അസിഡിക് മീഡിയത്തിലെ കളർലെസ്സും ബേസിക് മീഡിയത്തിലെ പിങ്കും ആയിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ HCl അതിൽ എന്തായിരിക്കണം? കളർലെസ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിലും എന്താണ്? കളർലെസ് ആണ്. തേർഡ് നൈട്രിക് ആസിഡിലും എന്താണ്? കളർലെസ്. അസറ്റിക് ആസിഡിലും എന്തായിരിക്കണം? കളർലെസ് ആയിരിക്കണം. ഇനി ബേസിക് മീഡിയത്തിലോട്ട് വരുമ്പോൾ മീൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതിനകത്തെല്ലാം ഏത് നിറം കാണിക്കണം? അത് പിങ്ക് നിറം കാണിക്കണം. ഫിനോഫ്താലിൻ അസിഡിക് മീഡിയത്തിലെ കളർലെസ്സും ബേസിക് മീഡിയത്തിൽ എന്തുമായിരിക്കണം? പിങ്ക് നിറവും കാണിക്കണം. മീഥൈൽ ഓറഞ്ച് അസിഡിക് മീഡിയത്തിലെ റെഡും ബേസിക് മീഡിയത്തില് യെല്ലോയുമാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് റെഡ് ലിറ്റ്മസും ബ്ലൂ ലിറ്റ്മസും ആണ്. റെഡ് ലിറ്റ്മസ് ആണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അസിഡിക് മീഡിയത്തിൽ എല്ലാം എന്തായിട്ട് നിൽക്കും? റെഡ് ആയിട്ട് തന്നെ നിൽക്കും അല്ലെ. അസിഡിക് മീഡിയത്തിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് എടുത്ത് ഡിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് റെഡ് ആയിട്ട് തന്നെ നിൽക്കും. അതേസമയം ബേസിലാണ് അത് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? ബ്ലൂ നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. മീൻസ് HCl റെഡ് ലിറ്റ്മസ് നമ്മൾ ഡിപ്പ് ചെയ്താൽ ചേഞ്ച് ഇല്ല. H2SO4 സൾഫ്യൂരിക് ആസിഡിലും റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്താൽ കളർ ചേഞ്ച് ഇല്ല. തേർഡ് നൈട്രിക് ആസിഡ് ഡിപ്പ് ചെയ്താലും കളർ ചേഞ്ച് ഇല്ല. അസിറ്റിക് ഡിപ്പ് ചെയ്താലും റെഡ് ലിറ്റ്മസിന് കളർ ചേഞ്ച് ഇല്ല. എന്നാൽ ഈ റെഡ് ലിറ്റ്മസ് സോഡിയം ഹൈഡ്രോക്സൈഡിലോട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ ബ്ലൂവിലേക്ക് കൺവേർട്ട് ചെയ്യും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്യുമ്പോൾ ബ്ലൂവിൽ കൺവേർട്ട് ചെയ്യും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്യുമ്പോൾ ബ്ലൂവിൽ കൺവേർട്ട് ചെയ്യും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്യുമ്പോഴും റെഡ് ലിറ്റ്മസ് ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ആകും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂ ലിറ്റ്മസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അത് ഡിപ്പ് ചെയ്യുമ്പോൾ റെഡിലേക്ക് മാറണം. നൈട്രിക് ആസിഡ് ഡിപ്പ് ചെയ്യുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് റെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അസിറ്റിക് ആസിഡ് ഡിപ്പ് ചെയ്യുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് റെഡിലേക്ക് കൺവേർട്ട്
ചെയ്യണം. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഡിപ്പ് ചെയ്യുമ്പോഴും ബ്ലൂ ലിറ്റ്മസ് റെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്, ബേസ് ആണ്. അതിനകത്ത് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുമ്പോൾ യാതൊരു കളർ ചേഞ്ചും കാണിക്കത്തില്ല. ഇതാണ് നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇൻഡിക്കേറ്റേഴ്സിന്റെ കളർ ചേഞ്ച് ആണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഫിനോഫ്താലിൻ അസിഡിക് മീഡിയത്തിൽ കളർലെസ് ആയിരിക്കും, ബേസിക് മീഡിയത്തിൽ പിങ്ക് ആയിരിക്കും. മീഥൈൽ ഓറഞ്ച് അസിഡിക് മീഡിയത്തിൽ റെഡ് ആയിരിക്കും, ബേസിക് മീഡിയത്തിൽ യെല്ലോ ആയിരിക്കും. ഇനി റെഡ് ലിറ്റ്മസ് അസിഡിക് മീഡിയത്തിൽ റെഡ് തന്നെ ആയിരിക്കും. ഈ റെഡ് ലിറ്റ്മസ് ആണെങ്കിൽ ബേസിക്കിൽ അത് ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ബ്ലൂ ലിറ്റ്മസ് ബേസിക് മീഡിയത്തിൽ ബ്ലൂ ആയിരിക്കും, ഇനി അത് ആസിഡിലോട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ അത് റെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് ഒരു ആക്ടിവിറ്റി കൂടെ തന്നിട്ടുണ്ട്, അത് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് എന്താണ്, ഓർഡറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം അസിഡിക്കില് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിന് എന്തില്ല, അതിന്റെ ഓർഡറിന് യാതൊരു ചേഞ്ചും ഇല്ല. ബേസിക് മീഡിയത്തിലാണ് എന്ത്, അതിന്റെ ഓർഡർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓനിയൻ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനകത്ത് 2-3 ക്ലോത്തിന്റെ പീസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസം മൊത്തം വെച്ച് പിറ്റേന്ന് നമ്മളത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും, ഒരു ക്ലോത്തിന്റെ പീസിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റൊരു പീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് മീൻസ് സോഡിയം ഹൈഡ്രോക്സൈഡും ഒന്ന് തളിച്ചിട്ട് നമ്മൾ നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട്. അപ്പം അസിഡിക് മീഡിയത്തിൽ എന്താണ്, അതിന്റെ ഓർഡറിന് യാതൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല. മീൻസ് ഇപ്പം ആ ഒനിയന്റെ ആ ഒരു സ്മെല്ല് നമുക്കത് എന്ത് ചെയ്യാം, ആ ക്ലോത്തിനകത്ത് HCl ആഡ് ചെയ്തെടുത്ത് ഉണ്ടായിരിക്കും. എന്നാൽ NaOH ആഡ് ചെയ്തെടുത്ത് ആ ഒനിയന്റെ ആ ഒരു സ്മെല്ല് അതിൽ നിന്ന് എന്തായിരിക്കും, അങ്ങ് മാറിയിട്ടുണ്ടായിരിക്കും. ഇതേ ആക്ടിവിറ്റി തന്നെ നമുക്ക് ക്ലോവ് ഓയിലും വാനില എസൻസും മീൻസ് വാനിലയുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, അസിഡിക് മീഡിയത്തിൽ ഇതിന്റെ ഒന്നും ഓർഡറിന് യാതൊരു ചേഞ്ചും സംഭവിക്കില്ല. എന്നാൽ ബേസിക് മീഡിയത്തിൽ ഈ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം മാറി പോകുന്നുണ്ട്. അതാണ് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആസിഡിൽ അതിന്റെ ഓർഡറിന് യാതൊരു ചേഞ്ചും ഇല്ല, ബേസിൽ ആ ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് 2 ആക്ടിവിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ആക്ടിവിറ്റി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.